Good afternoon. Good afternoon. Okay, Nida, Vinci, Akila. Good afternoon. Duty. Okay, Duty. Good afternoon. Nalla peranallo Duty. Variety peranallo. Arana, Achan. Okay, Achan. Good afternoon. Sakina. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ക്ലാസ്സിലിരിക്കാനായിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ അനില, ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ചിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ടിരിക്കുന്നു എല്ലാവരും? യെസ്. ഓക്കെ. മഴയൊക്കെ എങ്ങനെയുണ്ട്? ആ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ശിവപ്രിയ. ഓക്കെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്നാ? എല്ലാവരും റെഡി ആണോ? ഓക്കെ ആണോ? തുടങ്ങാം. നമുക്ക് തുടങ്ങാം. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് ഗ്രീവൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ. ഗ്രീവൻസുമായിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഗ്രീവൻസ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, എംപ്ലോയി ഹെൽത്ത് ഉണ്ട്, എംപ്ലോയി സേഫ്റ്റി ഉണ്ട്. അങ്ങനെ 4 ടോപ്പിക്സുകളാണ്. അതിനകത്ത് ഗ്രീവൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ അവസാനിച്ചു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ പഠിച്ചല്ലേ? ഓക്കെ. ഒരു നല്ല ഗ്രീവൻസ് മീൻസ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ പഠിച്ചു അല്ലെ? 5 പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? കളക്റ്റീവ് ബാർഗെയിനിങ്, അതുപോലെ തന്നെ മീഡിയേഷൻ, പിന്നെ കൺസിലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജൂഡിക്കേഷൻ, അങ്ങനെ നമ്മൾ 5 ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ കണ്ടത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഒരു നല്ല ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സുകൾ അല്ലെ? പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ കണ്ടു. ഇതൊക്കെയായിരുന്നു ആക്സെപ്റ്റബിലിറ്റി, പിന്നെ പ്രോംപ്റ്റ്നെസ്, ലീഗൽ സാനിറ്റി, സിംപ്ലിസിറ്റി, ട്രെയിനിങ്, ഫോളോ അപ്പ് അല്ലെ? ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്, ഇവയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? അത്രയും ഭാഗങ്ങളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കാം. നമ്മുടെ ടോപ്പിക്കിന്റെ അടുത്തത് എംപ്ലോയി ഡിസിപ്ലിൻ ആണ് കേട്ടോ. എംപ്ലോയി ഡിസിപ്ലിൻ, അതായത് ജീവനക്കാരുടെ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ സ്ഥാപനത്തിൻ്റെതായ ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെ? പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ ജീവനക്കാരും അവിടെ പ്രവർത്തിക്കാനായിട്ട് അല്ലെ? നമ്മൾ എന്തിനാണ് അല്ലെ, നമ്മളിപ്പോ വീട്ടില് എന്താണ് ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളൊരു ജോലി സ്ഥലത്ത് പോയി ബിഹേവ് ചെയ്യുന്നത്? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് ആണെങ്കിലും അല്ലെ, നമ്മള് ഒരു ടൈമിന് വന്ന് നമ്മൾ ജോലിക്ക് കയറുന്നു, ഒരു നിശ്ചിത ടൈം വരെ നമ്മൾ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അല്ലെ? അതിനിടയിൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ ഒരു സ്ഥാപനത്തിൽ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ഭാഗമാണ് അല്ലെ? പെരുമാറ്റച്ചട്ടങ്ങളാണെന്ന് പറയും അല്ലെ? അപ്പൊ ഏതൊരു സ്ഥാപനത്തിനും എന്തുണ്ട്? അവരുടേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെ? നിയമങ്ങളുണ്ട്, അവരുടേതായ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ ജീവനക്കാരും എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. അങ്ങനെ പാലിച്ചെങ്കിൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് അവരുടേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ ഡിസിപ്ലിനഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഡിസിപ്ലിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഡിസിപ്ലിൻ എന്താണ്, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസിപ്ലിന്റെ നേച്ചർ എന്താണ്,
പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വലിയ ഒറ്റൊരു പ്രിൻസിപ്പിൾ ആണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത് കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ്. കിട്ടിയില്ലേ? ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് നോക്കാം എംപ്ലോയി ഡിസിപ്ലിൻ. ആദ്യം മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ മീനിങ്ങും അതിന്റെ ഡെഫിനേഷനും ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ഫോളോ അപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ബൈ ദ എംപ്ലോയീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ്? Discipline refers to the follow-up of rules and regulations in a systematic manner by the employees in the interest of the organization. അതായത് നമ്മളൊരു സ്ഥാപനത്തിന്റെ താല്പര്യാർത്ഥം അല്ലെ, ആ താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ സ്ഥാപനത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പാലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിപ്ലിൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഏതൊരു സ്ഥാപനത്തിലും അതിൻ്റെതായ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടേതായ വിഷനും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ജീവനക്കാര് ആ ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങള്, ചട്ടങ്ങള് ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നതിനെ, പിന്തുടരുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? The employees perform their duties and responsibilities, keeping the terms and conditions of the company in their mind, and it shows that they are disciplined. ശരിയാണ് അല്ലെ? അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരെപ്പോഴും എന്താണ്, നമ്മുടെ കമ്പനിയുടെ എല്ലാ ടേംസും കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എംപ്ലോയീസ് അവിടെ ഡിസിപ്ലിനഡ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ? അത് കൃത്യം. അത് അതേസമയം നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒന്നും അനുസരിക്കുന്നില്ല അല്ലെ, തോന്നിയ രീതിയിലാണെങ്കിൽ നമുക്കതൊരു ഡിസിപ്ലിനഡ് എംപ്ലോയീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇപ്പോഴും ഒരു ഡിസിപ്ലിനഡ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മളുടെ സ്ഥാപനത്തിന്റെ മിഷൻ ആൻഡ് വിഷൻ എന്താണ്, അത് കൃത്യമായി ഉൾക്കൊണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, നമ്മുടെ സ്ഥാപനത്തിന്റെ നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഡിസിപ്ലിനഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ ഒരു സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ദ ഫോളോ അപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ by the employees in the interest of the organization. Okay. Next വരുന്ന എന്താണ്? One of the main functions of management is employee discipline. ഇനി ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവരുടെ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒന്നാണ് എംപ്ലോയിയുടെ ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളത്. ജീവനക്കാർക്കിടയിൽ ഒരു ഡിസിപ്ലിൻ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ സ്ഥാപനത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഡിസിപ്ലിനഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി കേപ്പബിൾ ഓഫ് ഫേസിംഗ് ദ കോമ്പറ്റീഷൻ ബട്ട് ക്യാൻ ആൾസോ റിസൾട്ട് ഇൻ ഹയർ പ്രോഡക്ടിവിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് നമ്മുടെ എംപ്ലോയീസ് വളരെ ഡിസിപ്ലിനഡ് ആണെങ്കിൽ അവര് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രാപ്തരാവുക മാത്രമല്ല, അത് എന്താണ് അവരുടെ ഉത്പാദനക്ഷമതയും അവരുടെ വ്യാവസായിക പുരോഗതിക്കും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എംപ്ലോയീസ് ഡിസിപ്ലിനഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനം എന്താണ് അത്രയും നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അനുഭവപ്പെടുന്ന കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലെ? ഇങ്ങനെയുള്ള ഓഫീസ് ലെവലിലൊക്കെയുള്ള ആ കോമ്പറ്റീഷൻസുകൾ അത് ഫേസ് ചെയ്യാനായിട്ട് അവര് പ്രാപ്തി നേടുക മാത്രമല്ല, പിന്നെന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ വർദ്ധിക്കും. അതുവഴി നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് അല്ലെ, വ്യാവസായിക പുരോഗതിക്കും അത് കാരണമാകും. എങ്ങനെയാണെങ്കിൽ ഡിസിപ്ലിനഡ് ആണെങ്കിൽ. ഓക്കെ,
പിന്നെ മാത്രമല്ല ഡിസിപ്ലിൻ മോട്ടിവേറ്റ്സ് ദം ടു വർക്ക് ഇൻ എ കോർഡിനേറ്റഡ് മാനർ ആൻഡ് അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഈസിലി. പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ജീവനക്കാരെ നല്ല കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ എന്താണ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്നുവെച്ചൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള മറ്റെല്ലാ വിഭാഗത്തിലെ ജീവനക്കാരുമായിട്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാൻ അല്ലെ. അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിപ്ലിൻ പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഈസിലി. അതുവഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസിപ്ലിനെ പറ്റിയിട്ട് അറിയേണ്ട കാര്യം. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ താല്പര്യാർത്ഥം അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ പാലിക്കുന്നതിനെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയാം. എപ്പോഴും നമ്മളൊരു സ്ഥാപനത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് എംപ്ലോയീസ് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആണ്. പിന്നെ ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവരുടെ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണെന്നറിയോ? എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസിപ്ലിൻ നിലനിർത്തുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഡിസിപ്ലിനിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിസിപ്ലിനിലൂടെ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻസ്, അവരുടെ ആ ഒരു തൊഴിൽ മേഖലയിൽ അവർക്ക് ഉണ്ടാകുന്ന പല രീതിയിലുള്ള കോമ്പറ്റീഷൻസുകളെ ഫേസ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തി നേടിക്കൊടുക്കുക മാത്രമല്ല അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയും അതുവരെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് ഡിസിപ്ലിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ മറ്റെല്ലാ വിഭാഗം ജീവനക്കാരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്തത് പറയാം. നെക്സ്റ്റ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ഡെഫിനേഷൻസ് ആണ് കേട്ടോ. 2 ഡെഫിനേഷൻസ്. അപ്പൊ നമ്മൾ ഗ്രീവൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് 4 ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ ഡിസിപ്ലിനിൽ നമുക്ക് 2 ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. ആരാണ് അത് ഡിഫൈൻ ചെയ്തതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഡെയിൽ എസ് ബീച്ചിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ഡെയിൽ എസ് ബീച്ചിന്റെ അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച്. ഡെയിൽ എസ് ബീച്ച് എങ്ങനെയാണ് ഡിസിപ്ലിനെ ഡിഫൈൻ ചെയ്തത് നോക്കിയേ. ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ബ്രാക്കറ്റിൽ ബൈ റിവാർഡ് ഓർ പെനാൽറ്റി ദ ഹ്യൂമൻ ബിഹേവിയർ. ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ ബൈ റിവാർഡ് ഓർ പെനാൽറ്റി. അതായത് ഒരു പ്രതിഫലം കൊടുത്തോ അല്ലെങ്കിൽ ഒരു ശിക്ഷ നൽകിക്കൊണ്ടോ, പ്രതിഫലത്തിലൂടെയോ ശിക്ഷയിലൂടെയോ നമ്മളൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നത് ഒന്നാണെന്ത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡെയിൽ എസ് ബീച്ച് അതിനെ ഡിഫൈൻ ചെയ്തത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒന്നുകിൽ പ്രതിഫലത്തിലൂടെയോ അല്ലെങ്കിൽ ശിക്ഷയിലൂടെയോ മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്ത്? ഡിസിപ്ലിൻ. ശരിയാണ് അല്ലെ. നമ്മൾ എങ്ങനെയാ ഒരാളുടെ പെരുമാറ്റത്തിനെ നമ്മൾ എങ്ങനെയാ നിയന്ത്രിക്കുന്നത്? ഒന്നുകിൽ പ്രതിഫലം കൊടുത്ത് എന്ന് വെച്ചാൽ അവരെ റീൻഫോഴ്സ് ചെയ്ത് അല്ലെ, അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് നമ്മൾ റിവാർഡ് നൽകിക്കൊണ്ടായിരിക്കാം. അങ്ങനെ റിവാർഡ് നൽകി നമുക്ക് അവരുടെ പെരുമാറ്റത്തിനെ ഒരു ഡിസൈറബിൾ മാനറിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അതല്ലാത്ത കേസിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പെനാൾട്ടി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ശിക്ഷാ നടപടികളിലൂടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാം. 2 രീതിയിൽ റെഗുലേറ്റ് ചെയ്യാം അല്ലെ. ഒന്നുകിൽ നമുക്ക് നല്ല റിവാർഡ് കൊടുത്ത് അവരെ റെഗുലേറ്റ് ചെയ്യാം, മറ്റൊന്ന് പെനാൾട്ടിയിലൂടെയും നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. അങ്ങനെ പ്രതിഫലത്തിലൂടെയോ അല്ലെങ്കിൽ ശിക്ഷയിലൂടെയോ മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാരുടെയാണ് ഡെഫിനേഷൻ? ഡെയിൽ എസ് ബീച്ച് ആണ് ഡിഫൈൻ ചെയ്തത് കേട്ടോ. ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ ബൈ റിവാർഡ് ഓർ പെനാൾട്ടി. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. അടുത്തതാണ് ഗാരി ഡെസ്ലർ.
ഗാരി ഡെസ്ലർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ അദ്ദേഹം പറഞ്ഞത്, ഡിസിപ്ലിൻ ഈസ് എ പ്രൊസീജിയർ that corrects or punishes their subordinate because a rule of procedure has been violated. എന്താണ് പറഞ്ഞത്? ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിക്കുമ്പോൾ അവരെ തിരുത്തുന്നതോ അവരെ ശിക്ഷിക്കുന്നതോ ആയിട്ടുള്ള നടപടിക്രമത്തിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഗാരി ഡെസ്ലർ ഡിഫൈൻ ചെയ്തത്. ഒരു സബോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്നിരിക്കട്ടെ, അദ്ദേഹം ആ ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിക്കുമ്പോൾ അദ്ദേഹത്തിനെ തിരുത്തുന്നതോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതോ ആയിട്ടുള്ള നടപടിക്രമങ്ങളെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു ഡെഫിനേഷൻ ആണ് പറഞ്ഞത് ഗാരി ഡെസ്ലർ ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഡെഫിനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ്. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ്. ഒരു ഡിസിപ്ലിന്റെ നേച്ചർ എന്താണ്? ഡിസിപ്ലിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു സ്ഥാപനത്തില് ഡിസിപ്ലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാം. അതിന്റെ നേച്ചർ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഈസ് ആൻഡ് ഫോളോസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് 6 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ്. സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കൃത്യമായിട്ടുള്ള പെരുമാറ്റം അല്ലെ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതികള്, അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഓക്കെ, അതായത് ഒരു ഡിസിപ്ലിന്റെ നേച്ചർ ആണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഡിസിപ്ലിൻ എന്തൊക്കെയായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ചില സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒന്നാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള്, അത് ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ അല്ലെ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. എന്ന് പറഞ്ഞാല് ഡിസിപ്ലിൻ അനുകൂലമായിട്ടും വരാം പ്രതികൂലമായ രീതിയിലുണ്ട്. രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പിന്നെ പറയുന്നത് എന്താണ്? വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. അതുപോലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ള ഡിസിപ്ലിൻസ് ഉണ്ട്, നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ള ഡിസിപ്ലിൻസ് ഉണ്ട്. അതാണ് ഇമ്പോസ്ഡ് എന്ന് പറയുന്നത്. വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, സ്വമേധയാ ഉള്ളതും ആവാം അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നതാവാം കേട്ടോ, നമ്മൾ ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നതും ആവാം. ദെൻ അഞ്ചാമത്തെ പറയുന്നത് റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് മാനേജ്മെന്റിന്റെ ഒരു അവകാശമാണ്. ഇറ്റ്സ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ലാസ്റ്റ് എന്താ പറയുന്നത്? അതായത് ഈ പറയുന്ന ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ്. ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് അല്ലെ. അതെ, ജീവനക്കാരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്ത്, ഒരു ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലും പറഞ്ഞു. ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ? വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് അല്ലെ, സ്വമേധയാ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് മാനേജ്മെന്റിന്റെ ഒരു അവകാശം കൂടിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ. എന്താണ് പറയുന്നത്? എവരി ഓർഗനൈസേഷൻ സെറ്റ്സ് certain objectives for the employees. To achieve these organizational goals, employees need to have a standard behavior which can be acquired by following a specific code of conduct formulated by the organization. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ. ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തില് എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു സ്ഥാപനത്തിനും എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ്, ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ എംപ്ലോയീസ് ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവിടെ കൃത്യമായിട്ട് അനുസരിക്കണം. അങ്ങനെ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അനുസരിക്കുന്നതിലൂടെയാണ് അവർക്കൊരു അച്ചടക്കം രൂപപ്പെടുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ടു അച്ചീവ് ദീസ് ഓർഗനൈസേഷണൽ ഗോൾസ് എംപ്ലോയീസ് നീഡ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ് ബിഹേവിയർ അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾക്കും അതുപോലെ ചട്ടങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പെരുമാറുക എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. നമ്മുടെ ലക്ഷ്യം എന്താ? സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അവര് വളർത്തിയെടുക്കണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാര്യം എന്താ വെച്ചാൽ സ്ഥാപനത്തിന്റെ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അവിടെ ഉണ്ടായി വരികയാണ് അല്ലെ. ഓക്കെ, എംപ്ലോയീസ് നീഡ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ് ബിഹേവിയർ വിച്ച് ക്യാൻ ബി അക്വയർഡ് ബൈ ഫോളോയിങ് എ സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷൻ അതിനു വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആ ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആളുകളിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ദ നേച്ചർ, ഒരു നല്ലൊരു ഡിസിപ്ലിന്റെ നേച്ചർ ആയിട്ട് പറയുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അടുത്തതാണ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. കാര്യം എന്താണ്? നമുക്ക് ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് it encourages employees to correct their mistakes or misconduct after anticipating the consequences they may face if they violate the discipline policy. നമ്മൾ ഈ പറയുന്ന ഡിസിപ്ലിൻ പോളിസികളൊക്കെ ഉണ്ടല്ലോ, അച്ചടക്ക നയങ്ങളൊക്കെ, അത് നമ്മൾ എന്താണ് അനുസരിക്കാതിരുന്നാല്, അല്ലെങ്കിൽ അച്ചടക്ക നയങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാല് നമുക്കുണ്ടാകാൻ പോകുന്ന എല്ലാ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് മുൻകൂട്ടി മനസ്സിലാക്കുന്നത് വഴി ജീവനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ തെറ്റുകള്, അവരുടെ മോശം പെരുമാറ്റങ്ങള്, അതിനെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ, തിരുത്താനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഡിസിപ്ലിൻ എന്താണ്? ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ നമുക്ക് നടപ്പിലാക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിനറി പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അച്ചടക്ക നയങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഈ അച്ചടക്ക നയങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നെങ്കിൽ പലതരത്തിൽ എന്ത് സംഭവിക്കും? പല കോൺസിക്വൻസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അത് നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. ജീവനക്കാരത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാര്യം നമ്മൾ അങ്ങനെയുള്ള അച്ചടക്ക ലംഘനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല നിയമ നടപടികളും മറ്റുമൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോൺസിക്വൻസസിനെ പറ്റിയിട്ട് അവർ മുൻകൂട്ടി മനസ്സിലാക്കുക വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ തെറ്റുകളായാലും അവരുടെ മോശം പെരുമാറ്റങ്ങളായാലും നമുക്ക് തിരുത്താൻ അവിടെ ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ആക്ടേഴ്സ് എന്താണ്? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. എന്താണ്? ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? 2 പോയിന്റ് ഓക്കെ അല്ലേ? 2 വരുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നേച്ചറിലുള്ളതുണ്ട്, നെഗറ്റീവ് നേച്ചറിലുള്ളത്. വെച്ചാൽ നമുക്ക് അനുകൂലമാവുന്ന രീതിയിലുണ്ട്, അതുപോലെ പ്രതികൂലമാവുന്ന രീതിയിലുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ നേച്ചർ. Following the rules and regulations of organization systematically will provide a positive response to the employees in the form of reward. ശരിയാണ് അല്ലെ. അതായത് നമ്മളൊരു സ്ഥാപനത്തിന്റെ ആ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്തുടരുന്നതിലൂടെ നമുക്ക് എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടാം. പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സമ്മാനം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡുകളിലൂടെ അവർക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. ശരിയാണ്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള അപ്രീസിയേഷൻ ലഭിക്കും അല്ലെ. നമുക്ക് അതിനുള്ള റിവാർഡോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളോ അങ്ങനെയൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതേസമയം നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ there is violation of rules and regulations which have a negative effect on the future advancement of the employee. അതേസമയം നമ്മൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അച്ചടക്ക ലംഘനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എംപ്ലോയിയുടെ ആ ഒരു ഭാവിയിലുള്ള ഉദ്യോഗത്തിനായി കഴിഞ്ഞാലും അവരുടെ ആ ഒരു വളർച്ചയെയാണ് അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അല്ലെ. നല്ലൊരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കാര്യം എന്താണ്? അയാൾ ആ സ്ഥാപനത്തിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്? അത് അവരുടെ ഭാവി ഉദ്യോഗത്തിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജോലിയെ ആയി കഴിഞ്ഞാലും അല്ലെ, അത് വളരെ നെഗറ്റീവ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ 2 നേച്ചറാണ്, പോസിറ്റീവ് നേച്ചർ ഉണ്ട്, നെഗറ്റീവ് നേച്ചറും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ളതുകൊണ്ട്
നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഡിസിപ്ലിൻ ഈസ് ഓഫ് 2 ടൈപ്സ്, ദാറ്റ് ഈസ് വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡിസിപ്ലിൻ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്, വോളണ്ടറി ഉണ്ട്, ഇമ്പോസ്ഡ് ഉണ്ട്. If the employee is self-disciplined, it is called a voluntary discipline, as it is chosen by one's own will. ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ അയാളുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് സ്വയം മുന്നോട്ട് വന്ന് അവിടുത്തെ ഡിസിപ്ലിനുകൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വോളണ്ടറി ഡിസിപ്ലിൻ ആണെന്ന് പറയാം. സ്വമേധയാ അവരുടെ താല്പര്യാർത്ഥം അവര് എന്ത് ചെയ്യാണ്, അവിടുത്തെ ഡിസിപ്ലിൻ അവർ പാലിക്കുകയാണ് അല്ലെ. അത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല, അവര് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തമായി തീരുമാനിച്ച് അവരെന്ത് ചെയ്യാണ്, ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, കാര്യം എന്താണ്, ഇറ്റ് ഇസ് ചോസൺ ബൈ വൺസ് ഓൺ വിൽ. അവരുടെ സ്വന്തം താല്പര്യാർത്ഥം അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതേസമയം അതിന് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ വോളണ്ടറി ഡിസിപ്ലിൻ. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സെൽഫ് ഡിസിപ്ലിന് പറയുന്ന മറ്റൊരു പേരാണ് വോളണ്ടറി ഡിസിപ്ലിൻ. ഓക്കെ, അതേസമയം ബട്ട് വെൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇമ്പോസ്ഡ് ഫോഴ്സ്ഫുള്ളി, ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്നാണ് പറയുക കേട്ടോ. അതേസമയം നമ്മളൊരു ജീവനക്കാരുടെ മേല് ഈ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ഫോഴ്സ്ഫുള്ളി നമ്മളൊരാളുടെ മേലില് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് വിളിക്കാം, ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് നമുക്ക് വിളിക്കാം. അത് ഇമ്പോസ് ചെയ്യുന്നതാ, അവര് അവരുടെ സ്വന്തം താല്പര്യാർത്ഥം ചെയ്യുന്നില്ല, പക്ഷെ സ്ഥാപനം എന്ത് ചെയ്യാണ്, അവരുടെ മേലെ അത് അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെ. ഫോഴ്സ്ഫുള്ളി ആ നിയമങ്ങൾ പാലിക്കണം എന്ന് അവരോട് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇമ്പോസ് ചെയ്യണം. അതിന് നമുക്ക് ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന മറ്റൊരു പേര് വോളണ്ടറി ഡിസിപ്ലിൻ ആണ്. ഓക്കെ, വരുന്നത് ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ. ഓക്കെ, ക്ലിയർ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് കേട്ടോ. അനാമിക ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. അനാമിക ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. അനാമിക ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. ക്ലാസ്സിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിലാണ് ഞാൻ അടുത്തുനിന്ന് ഓൾ മ്യൂട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, സാധാരണ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിപ്പോ പല സാഹചര്യത്തിലായിരിക്കും കിട്ടുന്നുണ്ടാവാം. എന്തായാലും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാൻ എപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഇത് റെക്കോർഡഡ് ആണ്. അപ്പൊ നോക്കാം. നെക്സ്റ്റ് അഞ്ചാമത്തെ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് കേട്ടോ. മാനേജ്മെന്റിന്റെ അവകാശമാണ്. എന്താണ് പറയുന്നത്, ഇംപ്ലിമെന്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൺ ദ എംപ്ലോയീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ദ നീഡ് ആസ് വെൽ ആസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എംപ്ലോയീസിന്റെ മേലിൽ നമ്മൾ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നത് ശരിക്കും പറഞ്ഞ മാനേജ്മെന്റിന്റെ ഒരു ആവശ്യം മാത്രമല്ല, അത് അവരുടെ ഒരു അവകാശം കൂടിയാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം നമ്മുടെ സ്ഥാപനത്ത് ഏറ്റവും ഡിസിപ്ലിനഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ, ഓർഗനൈസേഷന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നത് അത് മാനേജ്മെന്റിന്റെ ആവശ്യമാണ്, അതുപോലെ തന്നെ അവരുടെ അവകാശം കൂടിയാണ് കേട്ടോ. ഓക്കെ, in case the code of conduct is unfair and unjust, then only the employees of the organization can oppose it, otherwise it is undeniable. അതായത് ഇപ്പൊ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്നുമുള്ള ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അത് അന്യായമാണ് അല്ലെങ്കിൽ അനീതിയാണെങ്കിൽ മാത്രമാണ് അതിനെതിരെ ജീവനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്പോസ് ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്തിരിക്കണം, അതനുസരിക്കാനായിട്ട് അവര് ബാധ്യസ്ഥരാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് അത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല, അത് അൺഫെയർ ആണ്, അൺജസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാം, ജീവനക്കാർക്ക് അതിനെതിരെ ഒപ്പോസ് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, ഫെയർ ആണ്, ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവനക്കാര് അത് കൃത്യമായിട്ട് പാലിക്കാൻ അവിടെ ബാധ്യസ്ഥരാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് അല്ലെ.
ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ജീവനക്കാരെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇംപ്രൂവ്സ് ദെയർ പെർഫോമൻസ് അല്ലെ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബിക്കോസ് എന്താണ്? എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. റെഗുലേറ്റ് ചെയ്യുക മാത്രമല്ല, നല്ലൊരു പെർഫോമൻസ്, ഒരു മികച്ച പെർഫോമൻസിലോട്ട് അവരെ നയിക്കുന്ന രീതിയിൽ അവരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആണ് എന്ത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസിപ്ലിനഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. നമ്മളിപ്പോ അത് ജോലി സ്ഥലത്ത് മാത്രമല്ല, ഡിസിപ്ലിൻ നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നത് എല്ലാത്തിനും എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ പെർഫോമൻസിലാണെങ്കിലും കുറെ കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോളിംഗ് ഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? നേച്ചർ ഓഫ് ഡിസിപ്ലിൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചേ. ആര്യ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് ആണോ? സ്റ്റാൻഡേർഡ് ബിഹേവിയർ കേട്ടോ. അതായത് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതെ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടങ്ങൾ അവര് രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊരു സ്ഥാപനത്തിനും അവരുടെ ജീവനക്കാർക്കായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനം എന്ത് ചെയ്യും? ജീവനക്കാർക്കായിട്ട് ചില പെരുമാറ്റച്ചട്ടങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാനായിട്ട് അവിടുത്തെ ജീവനക്കാർ ബാധ്യസ്ഥരാണ്. അത് പാലിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ എന്താണ്? ഒരു ഡിസിപ്ലിൻ അല്ലെ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആ ഒരു മനോഭാവം ഉണ്ടായി വരാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിലോട്ട് അവർ മാറാൻ തുടങ്ങും അല്ലെ. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. നമ്മൾ ആ സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുന്നു, അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സക്കീന, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മാനേജ്മെന്റിന്റെ അവകാശമാണെന്നാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ജീവനക്കാരിലെ റൂൾസ് റെഗുലേഷൻസുകൾ ഒക്കെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ അവകാശമാണ്. അവരുടെ ആവശ്യം മാത്രമല്ല, അവരുടെ ഒരു അവകാശം കൂടിയാണ് കേട്ടോ. ഇപ്പോ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആ പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടല്ലോ, അതിപ്പോ അൺഫെയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അൺഫെയർ അല്ലെങ്കിൽ അൺജസ്റ്റ് മീൻസ് അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല, ജീവനക്കാർക്ക് ഒട്ടും പാലിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ആണെങ്കിൽ മാത്രം ജീവനക്കാർക്ക് എന്ത് ചെയ്യാം? അതിനെതിരെ പ്രതികരിക്കാം. അല്ലാത്ത സമയമാണെങ്കിൽ, അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? എല്ലാ എംപ്ലോയീസും അത് പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് കേട്ടോ. എന്നാണ് അവിടെ പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് ആണ്. അതൊരു മാനേജ്മെന്റിന്റെ അവകാശം കൂടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. അപ്പൊ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ നമ്മൾ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നോക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. പ്രധാനമായിട്ട് എന്നിട്ട്
5 പോയിന്റുകളാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ് 5? ഒന്നാമത്തത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. എന്താണ്? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങള് നേടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, ജീവനക്കാരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റാം, ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാം. മൂന്നാമത്തത് ബ്രിങ്ങിങ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ തിരുത്തണം. ട്രൈനിങ് എന്നാണ് എടുക്കുന്നത്, ബ്രിങ്ങിങ് എന്നാണ് കേട്ടോ. BRING എന്നാണ് കേട്ടോ. ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, നമ്മുടെ ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രീതിയിൽ അവരുടെ പെരുമാറ്റങ്ങള് അതിൽ ചേഞ്ചസ് കൊണ്ടുവരിക അല്ലെ. അത് ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, എംപ്ലോയീസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. പിന്നെ അടുത്തത് എന്താണ്? കൺട്രോളിങ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ നിയന്ത്രിക്കാം, അവരെ കൺട്രോൾ ചെയ്യാം. then എന്താണ്? മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്, അതുപോലെ എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻസ് നിലനിർത്തുക. ഇത്രയുമാണ് നമ്മൾ ഒരു ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക. രണ്ട്, നമ്മൾ ജീവനക്കാരെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. അതുപോലെ എംപ്ലോയീസിന്റെ പെരുമാറ്റത്തില് നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക അവരുടെ പെരുമാറ്റത്തില്. അതുപോലെ തന്നെ കൺട്രോളിങ് അല്ലെ, കൺട്രോളിങ് എംപ്ലോയീസ്, ജീവനക്കാരെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ എംപ്ലോയിക്കും യൂണിയനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. Every organization sets certain rules and regulations which are to be followed in order to achieve the desired objectives. കുറച്ചു നേരമായിട്ട് അത് തന്നെയാണ് പറയുന്നത്. ഏതൊരു സ്ഥാപനവും അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ ചില റൂൾസും റെഗുലേഷൻസുകളൊക്കെ അവര് നടപ്പിലാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സ്ഥാപനത്തിന് അതിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ എന്ത് വേണം? The organization maintains discipline among the employees so that the organizational goals can be achieved easily. അപ്പോ നമ്മൾ ഈ പറയുന്ന സ്ഥാപനം എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ലക്ഷ്യങ്ങള് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് വെറുതെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. അതിന് എന്ത് വേണം? എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നിലനിർത്തിയെങ്കിൽ മാത്രമാണ് സ്ഥാപനത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമാണ്. നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കും? എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ്. എംപ്ലോയീസ് അൺഡിസിപ്ലിൻഡ് ആണെന്ന് വിചാരിക്കും. എംപ്ലോയീസ് അച്ചടക്കമില്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് എഫിഷ്യന്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. സ്ഥാപനത്തിന് വളരെ നല്ല വർക്ക് ചെയ്യാൻ പറ്റും, നല്ല എഫിഷ്യന്റായിട്ടോ എഫക്റ്റീവായിട്ടോ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്രയേറെ ഇമ്പോർട്ടൻസ് ഡിസിപ്ലിൻ ഉണ്ട് എങ്കില് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. അതിന്റെ ഭാഗമായിട്ട് മാക്സിമം എഫേർട്സ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിപ്ലിൻ നിലനിർത്തുന്നതിന് മാനേജ്മെന്റ് അവരുടെ ഭാഗത്ത് നിന്ന് മാക്സിമം എഫർട്ട് അവരെടുക്കണം. ഓക്കെ, അങ്ങനെ എടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ലക്ഷ്യങ്ങള് ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? രണ്ടാമത്തത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ജീവനക്കാരെ കൂടുതൽ എന്താക്കി മാറ്റുന്നു? റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു അല്ലെ. ഡിസിപ്ലിൻ അതെങ്ങനെയാണെന്ന് നോക്കിയേ. ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ in order to avoid any kind of irresponsible behavior on the part of employees. എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എന്തെങ്കിലും അനസ്ഥതയാവാം, ഉത്തരവാദിത്തമില്ലായ്മയാവാം, അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥാപനം ഉപയോഗിക്കുന്ന ഒരു ടൂള് തന്നെ നമുക്ക് പറയാം എന്ത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, if the employees follow the set rules and regulations in a disciplined and systematic way, then they will be more responsible to perform their duties towards their organization. അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയീസ്
നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ജോലിയോട് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയോട് കുറെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട് അവർക്ക് ചെയ്യാനായിട്ട് തോന്നും അല്ലെ? അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനോട് അവർക്ക് കുറെ കൂടെ എന്തായിരിക്കും? കമ്മിറ്റ്മെന്റ് ഡെവലപ്പ് ആയി വരും. അങ്ങനെ ജീവനക്കാര് കുറെ കൂടെ എന്തായിട്ട് മാറാണ്? റെസ്പോൺസിബിൾ ആയിട്ട് മാറാണ്. അവരവരുടെ ജോലി കുറെ കൂടെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനും അതുവഴി സ്ഥാപനത്തിലോട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ അത് പുലർത്താനും ഒക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. നമ്മൾ എംപ്ലോയീസിൽ എന്താക്കി മാറ്റുകയാണ്? റെസ്പോൺസിബിൾ ആക്കി മാറ്റുകയാണ്. ശരിയല്ലേ? നമ്മളിപ്പോ ഇന്ന സമയത്ത് ജോലിക്ക് വരണം അല്ലെ? അല്ലെങ്കിൽ ഇത്ര സമയം നമ്മൾ അവിടെ ജോലി ചെയ്തിരിക്കണം, ഇത്ര ടൈമിന് നമുക്ക് അവിടെ ലീവ് ചെയ്യാം, ഇന്ന രീതിയിലുള്ള ഡ്രസ് കോഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചില പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ജീവനക്കാരെ എന്ത് ചെയ്യാണ്? കുറെ കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുകയാണ് അല്ലെ? അപ്പൊ പതിവായി കൃത്യസമയത്ത് എത്തുന്നു, കൃത്യസമയത്ത് ജോലികൾ ചെയ്തു തീർക്കുന്നു, പോകുന്നു. അപ്പൊ ആ ഒരു ലെവലിലോട്ട് അവർ മാറുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു ജോലിയോട് കുറെ കൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാനും അതുവഴി നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഡിസിപ്ലിൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, സഹായിക്കുകയല്ല, അതാണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. എംപ്ലോയീസിനെ കുറെ കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയർ എംപ്ലോയീസ്. ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. അതുപോലെ നമ്മൾ എംപ്ലോയീസിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അവരുടെ ബിഹേവിയറിന് കേട്ടോ, അവരുടെ പെരുമാറ്റത്തിന് നല്ല ചേഞ്ചസുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ അവരുടെ പെരുമാറ്റത്തിന് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. ശരിയാണ്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതൊരു എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിന് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അല്ലെ? ഓക്കെ, എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ നോക്കിയേ? ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഹാവ് a good tolerance level and can make adjustments easily to achieve the standards of the organization. അല്ലെ? അതെ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു സഹനശക്തി ഉണ്ടാവും അല്ലെ? നല്ലൊരു ടോളറൻസ് ലെവൽ ഉണ്ടായിരിക്കും അല്ലെ? അവർക്ക് അങ്ങനെ ഒരു എന്താ പറയാ എല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനുള്ള ആ ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ച മനോഭാവം, അതിന്റെ ഒരു ടോളറൻസ് ലെവൽ അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡുകളുമായിട്ട് ഈസി ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അത് വളരെയധികം സഹായിക്കും അല്ലെ? അതൊരു ബർഡനായിട്ട് അവർക്ക് തോന്നില്ല. കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആവുമ്പോൾ ഇതാണ് അങ്ങനെ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ കുറേ കൂടെ അവർക്ക് നല്ല ടോളറൻസ് ലെവലുള്ള ആൾക്കാരാണ്. അവർക്ക് പ്രത്യേകിച്ച് വിട്ടുവീഴ്ച മനോഭാവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിൽ എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിന് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. സോ അത് ഒരു ലക്ഷ്യമാണ്, ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. ഇനി അടുത്ത പറയുന്നത്, എ കോൺസ്റ്റന്റ് ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ത്രൂ എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എ കോൺസ്റ്റന്റ് ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ത്രൂ എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി. പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി അതായത് നമുക്ക് എംപ്ലോയീസിന്റെ പെരുമാറ്റം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും അറിയോ? ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി നടപ്പാക്കുന്നതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ ബിഹേവിയർ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് an effective discipline policy is created by an organization. It can improve the law performance of the company to better performers and compel them to achieve the organizational goals. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തില് വളരെ നല്ലൊരു ഡിസിപ്ലിൻ പോളിസിയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ നല്ലൊരു ഡിസിപ്ലിൻ പോളിസിയിലൂടെ നമുക്ക് ഏറ്റവും താഴ്ന്ന പെർഫോമൻസ് ഉള്ള ജീവനക്കാരെ കുറേയും കൂടെ നമുക്ക് ബെറ്റർ പെർഫോമൻസിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് സ്ഥാപനത്തിന്റെ എന്താണ് ഈ പറയുന്ന ഗോൾസ്, ലക്ഷ്യങ്ങള് അച്ചീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയ പറഞ്ഞത്? Effective discipline policy is created by an organization. It can improve the law performance of the company to better performers and compel them to achieve the organizational goals. അപ്പൊ നമ്മുടെ സ്ഥാപനം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് ലോ പെർഫോമൻസിനെ കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് ആക്കി മാറ്റാൻ സാധിക്കും. അതുവഴി നമുക്ക് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ?
നെക്സ്റ്റ് വരുന്നത് കൺട്രോളിങ് എംപ്ലോയീസ് അല്ലെ, നമ്മൾ ജീവനക്കാരനെ നിയന്ത്രിക്കുന്നതിന് അല്ലെ, നിയന്ത്രിക്കാന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് അവിടെ ഉണ്ട് അല്ലെ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിപ്ലിൻ നടപ്പിലാക്കുന്നത്. The main motive of creating discipline policy for the employees is to have a stronger control over them അല്ലെ. അതെ, നമ്മുടെ ജീവനക്കാരില് നമ്മൾ ശരിയായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെ, അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി എന്തിനു പുറകെ ഉണ്ട്, ഡിസിപ്ലിൻ പോളിസി നടപ്പിലാക്കുന്നതിലുണ്ട്. നല്ലൊരു ഡിസിപ്ലിൻ പോളിസി നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്, അവിടെയുള്ള ജീവനക്കാരില് ശരിയായ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. Since the higher authorities are entitled for the take disciplinary action, a few in the minds of employees automatically arise and compel them to follow the instructions without any violation. നമുക്കറിയാം, ഒരു സ്ഥാപനത്തില് ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെ, അച്ചടക്ക നടപടികളൊക്കെ എടുക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അല്ലെ, ഹയർ അതോറിറ്റീസ് ആണ്. അപ്പൊ ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ജീവനക്കാരെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് അവർ പാലിക്കുകയും ചെയ്യും, അവര് പരമാവധി അത് പിന്തുടരും അല്ലെ. അതിന്റെ വയലേഷൻ വരാനുള്ള ചാൻസ് അവർക്ക് കുറവാണ്. കാരണം അച്ചടക്ക ലംഘനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള നിയമ നടപടികൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് പിന്തുടരാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. അതായത് എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്തിനാ ലക്ഷ്യമിടുന്നുണ്ട്, ഡിസിപ്ലിൻ കൊണ്ട് നമ്മൾ അതും കൂടെയാണ് ലക്ഷ്യമിടുന്നത് അല്ലെ. എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയിൽ എന്തുകൊണ്ടുവരാം, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നോക്കിയേ, ഡിസിപ്ലിനറി ആക്ഷൻ against any employee often causes a lot of misunderstanding between the employees and the management. ഇപ്പൊ നമ്മള് എന്തെങ്കിലും അച്ചടക്ക നടപടികൾ എടുക്കുകയെന്ന് വിചാരിക്കും, എന്തെങ്കിലും നിയമങ്ങൾ അവർ ലംഘിക്കുമ്പോൾ അവർക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ അത് എംപ്ലോയീസിന്റെ മാനേജ്മെന്റിന്റെ ഇടയിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമാവുന്നതാണ് കണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ എന്തായാലും അച്ചടക്ക നടപടികൾ എടുക്കുന്ന സമയത്ത് എംപ്ലോയീസിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഫീൽ ചെയ്യാം അല്ലെ, മാനേജ്മെന്റിനോടൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് spoiling the union management relations is not the aim of a discipline policy. Thus, in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. ഒരിക്കലും നമ്മൾ ഡിസിപ്ലിൻ പോളിസി കൊണ്ട് നമ്മൾ യൂണിയൻ മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷൻസിനെ മോശമാക്കുക എന്ന് നമ്മൾ ഒരിക്കലും ലക്ഷ്യമിടുന്ന ഒരു കാര്യമല്ല അല്ലെ. അതെ, ഇപ്പോഴും അവർ തമ്മിൽ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എംപ്ലോയീസിന്റെ നിന്നുള്ള ആ ഒരു വിശ്വാസത്തെ നേടുന്നതിനായാലും അതുപോലെ ആ ജീവനക്കാർക്കിടയിൽ നല്ലൊരു സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല ഡിസിപ്ലിൻ പോളിസി പാലിക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും നമ്മൾ ഡിസിപ്ലിൻ പോളിസി നമ്മൾ കൊണ്ടുവരുന്നത് റിലേഷനെ സ്പോയിൽ ചെയ്യാനല്ല, അവരുടെ റിലേഷനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് എംപ്ലോയീസിന് അവരുടെ സ്ഥാപനത്തോടുള്ള ഒരു വിശ്വാസത്തെ നിലനിർത്താനും അതുപോലെ എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും മറ്റുമായിട്ട് ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അതായത് നമ്മള് ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, ബ്രിങ്ങിംഗ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, കൺട്രോളിംഗ് എംപ്ലോയീസ് ആൻഡ് മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്. പോയിന്റുകളൊക്കെ ഒന്ന് വായിക്കും കേട്ടോ.
ഓക്കെ അല്ലേ? എല്ലാം മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ വിവിധ ടൈപ്പുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ നേച്ചർ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഡിസിപ്ലിൻ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉള്ളതുണ്ട്, നെഗറ്റീവ് നേച്ചർ ഉള്ളതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ വിവിധ ടൈപ്പുകളാണുള്ളത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് കേട്ടോ. ടൈപ്പാണ് 3 ടൈപ്പ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് positive discipline. First one positive discipline, second one negative discipline, and third one progressive discipline. അതൊന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ ആൻഡ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് എംപ്ലോയി ഡിസിപ്ലിൻ ആർ എസ് ഫോളോസ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിസിപ്ലിൻ. എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പോസിറ്റീവ് ഡിസിപ്ലിൻ ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് മോട്ടിവേറ്റ്സ് the employees of the organization to standardize their behavior and achieve the organizational goals by following a proper code of conduct. Underline ചെയ്യാട്ടോ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. Positive discipline is the discipline that motivates the employees of the organization to standardize their behavior, achieve the organizational goals by following a proper code of conduct. അതിനെല്ലാം പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് പോലുള്ള ഫുൾ പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. അതായത് ഒരു കൃത്യമായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ജീവനക്കാർക്ക് അവരുടെ പെരുമാറ്റം സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് അല്ലെ, കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുന്ന ഡിസിപ്ലിൻ ആണിത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശരിക്കും പറഞ്ഞ ഒരു സെൽഫാണ്. അത് ആരും കമ്പൽ ചെയ്ത് കൊടുക്കുന്നതല്ല, ഒരാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ് അല്ലെ. തന്നെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ശരിക്കും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. അല്ലാണ്ട് നമുക്ക് ഒരാളെ കൊണ്ട് അത് ഇമ്പോസ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ കോഡ് ഓഫ് കണ്ടക്ട് പിന്തുടരുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് അതോടൊപ്പം നമ്മുടെ ജീവനക്കാരുടെ പെരുമാറ്റം കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന, അവരെ ഡ്രൈവ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഡിസിപ്ലിൻ എന്താണോ അതാണ് എന്ത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മറ്റൊരു പേരും കൂടെ പറയാം. എന്താണ്? ഇറ്റ് ക്യാൻ ആൾസോ ബി കോൾഡ് എ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. എന്താണ് പറയാ? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. അപ്പൊ പോസിറ്റീവ് ഡിസിപ്ലിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഇമ്പോസ്ഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ആരുടെയും പ്രേരണാശക്തി പോലല്ല, സ്വന്തം താല്പര്യത്തില് സ്വമേധയാ നമ്മൾ ആ റൂൾസ് റെഗുലേഷൻസും പാലിച്ച് അങ്ങനെ സ്വന്തം താല്പര്യാർത്ഥം ചെയ്യുന്നത് കൊണ്ട് അതിന് നമുക്ക് എന്ത് പറയാം? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് ഫോഴ്സ് ഫോർ ദ പ്രോപ്പർ ബിസിനസ് മാനേജ്മെന്റ്. മാത്രമല്ല ഒരു ശരിയായ ബിസിനസ് മാനേജ്മെന്റിന് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ഫോഴ്സ് ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? നല്ലൊരു ബിസിനസ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ കുറേയും കൂടെ എന്താണ് നല്ലൊരു ബിസിനസ് മാനേജ്മെന്റിന് സാധ്യമാക്കുന്ന തരത്തില് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു നല്ല ബിസിനസ് മാനേജ്മെന്റിന് നമ്മൾ ശരിക്കും പാലിക്കേണ്ടത് ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുകയാണെങ്കിൽ നല്ല ബിസിനസ് നമുക്ക് അതിന് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് ഡിസിപ്ലിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഈസിലി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ആൻഡ് ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ഡിസിപ്ലിനറി റൂൾസ് റെഗുലേഷൻസ് എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ കുറെ കൂടെ ഈസിയാണ്. അവർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമല്ല അതുവഴി അവർക്ക് അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടെ പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട് കേട്ടോ. അത് സെൽഫ് ഇമ്പോസ്ഡ് ആണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെയുള്ള പോസിറ്റീവ് ഡിസിപ്ലിനറി റൂളുകള് അതെപ്പോഴും ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി നമുക്ക് പോസിറ്റീവ് ഡിസിപ്ലിന്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാം. അതിന്റെ ഡെഫിനിഷൻ ആണെന്നറിയോ? സ്ത്രീകളുടെ ഡെഫിനിഷൻ ആണ് കേട്ടോ. അതിനെയാണ് സ്ത്രീകളുടെ ഡെഫിനിഷൻ എന്ന് വായിക്കാൻ നമുക്ക്. അക്കോർഡിംഗ് ടു സ്ത്രീകൾ അതിന് എന്താ പറഞ്ഞത്? എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ? അണ്ടർലൈൻ ചെയ്യാം. പോസിറ്റീവ് ഡിസിപ്ലിൻ enables an employee to have a greater freedom in that he enjoys a greater degree of self-expression in striving to achieve the group objective which he identifies as his own. അതായത് ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവനക്കാരന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ലക്ഷ്യമായി കണ്ട് ആ ജോലി ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് സ്ത്രീകൾ അഭിപ്രായപ്പെട്ടത്. എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ? ശരിക്കും ജീവനക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഫ്രീഡം കൊടുക്കുന്നുണ്ട് അല്ലെ? കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ലക്ഷ്യമായി കണ്ട് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു അവസരം അല്ലെ, ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൂടെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും നേടാൻ ഒപ്പം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സ്ത്രീകൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് മതിയാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ. എന്താണ് ഡിസിപ്ലിൻ, അതിന്റെ ഡെഫിനേഷനും അതിന്റെ മീനിങ്ങും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിച്ചത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ്. ആ പോയിന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ടൈപ്സ് ആണ്. ഈ പോസിറ്റീവ് ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് നമുക്ക് നെഗറ്റീവ് ഡിസിപ്ലിൻ പഠിക്കാനുണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിനും പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാം, ആദ്യത്തെ ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് പറയാം. ഡിസിപ്ലിന്റെ തൊട്ട് താഴെ വരുന്നില്ല മീനിങ് ഓഫ് ഡെഫിനിഷൻ ആണ് ഡിസിപ്ലിന്റെ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ അല്ലെ? ഓക്കെ, എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. Discipline refers to follow-up of rules and regulations in a systematic manner by the employees in the interest of the organization. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഡെഫിനിഷൻ. നമ്മുടെ സ്ഥാപനത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാപനത്തിന് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം അല്ലെ? അതാണ് അവരുടെ താല്പര്യം. ആ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ജീവനക്കാര് എന്താണ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോകുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ഡിസിപ്ലിൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം അവിടെ ഓരോ ജീവനക്കാരും അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ എംപ്ലോയീസ് ഡിസിപ്ലിനഡ് ആണ്, അച്ചടക്കമുള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.